എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒന്നാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, അല്ലേ? ഏതൊരു എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 15 അല്ലെങ്കിൽ 20 മാർക്കോളം വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ്. റാങ്ക് നിർണ്ണയിക്കുന്നത് ഒരു പ്രധാന ഘടകം കൂടിയാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കും കൂടിയാണ് കറണ്ട് അഫെയർ. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കറണ്ട് അഫെയർ എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും Bris2 ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. Bris2 ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സ്റ്റഡി പ്ലാനുകളുണ്ട്, അതുപോലെ ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ട്സുകളുണ്ട്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് കറണ്ട് അഫെയർ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. നോട്ട് പഠിച്ചാൽ മാത്രം പോരാ, അതെല്ലാം നമ്മൾ പ്രാക്ടീസും കൂടി ചെയ്തെങ്കിലേ നമുക്കത് യൂസ്ഫുൾ ആയിട്ടിരിക്കുകയുള്ളൂ. സോ നമുക്ക് അതിലേക്ക് പോകാം. ഇതിൽ നിങ്ങൾക്ക് ഏതൊരു ലെവൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ലെവലുകളിലെല്ലാം നിങ്ങൾക്ക് കറണ്ട് അഫെയർ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽ ചൂസ് ചെയ്യുക. 10th ലെവൽ എടുത്തു. 10th ലെവലിൽ നമുക്ക് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സ്റ്റഡി പ്രാക്ടീസ് സെഷൻ ഉണ്ട്, അതുപോലെ സ്റ്റഡി നോട്ട്സ് ഉണ്ട്. രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സ്റ്റഡി നോട്ട്സ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവിധ ചാപ്റ്ററുകൾ അനുസരിച്ചിട്ടുള്ള നോട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്സ്, IT, പിന്നെ സുപ്രധാന നിയമങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം അവസാനമായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാവും ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫെയർ എന്നുള്ളത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെയും 2024 മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, നവംബർ തുടങ്ങി 2021 മുതലുള്ള 24 മാർച്ച്, ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫെയർ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കറണ്ട് അഫെയർ, ഓരോ മാസത്തെ കറണ്ട് അഫെയറിൻ്റെയും വോയിസ് നോട്ട് അതാത് മാസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ അതിൽ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് പേജ് നമ്പേഴ്സ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മളുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം നോട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതാണ്. വോയിസ് നോട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് കേട്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ കറണ്ട് അഫെയർ ഏരിയയിൽ നോട്ട്സിൻ്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് അതും സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ഓരോ മാസത്തത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെ നോട്ടിന് അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ നോട്ട് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങൾ പഠിച്ചത് മനസ്സിലിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മാസം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഓരോ സെറ്റിലും നമുക്ക് 10 ചോദ്യങ്ങൾ വീതമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഓരോ മാസത്തെയും പ്രാക്ടീസ് ചെയ്യാം, നോട്ട് പഠിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രാക്ടീസ് ഏരിയയിൽ വരുന്നത്. അതിനുശേഷം ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ന്യൂ പാറ്റേൺ രീതിയിൽ അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രസ്താവന ചോദ്യങ്ങൾ വളരെ കുഴപ്പിക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, പ്രസ്താവന ചോദ്യങ്ങളിലൂടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആകും. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്നത്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളിലും ആ ഒരു ഏരിയയിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അത് കൂടാതെ Bris2 ലേണിംഗ് ആപ്പിൽ ഇംഗ്ലീഷിൻ്റെ LPUP എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇംഗ്ലീഷ് അതുപോലെ പെഡഗോജി ഭാഗങ്ങൾ ജാഫർ സാറ് 50 ഡേയ്സിൻ്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ LDCക്ക് വേണ്ടിയിട്ടും ഒരു 60 ദിവസത്തെ ഒരു കോഴ്സ് Bris2 ലേണിംഗ് ആപ്പും അതുപോലെ ജാഫേഴ്സ് ഇംഗ്ലീഷ് ആപ്ലിക്കേഷനും കൂടി സംയുക്തമായിട്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമാകാനും അതുപോലെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടിയിട്ട്
ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയാണ്, സോ നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർ ആവുക. പ്രീമിയം മെമ്പർ ആവാൻ വലിയ തുകയൊന്നുമില്ല, നമുക്ക് 890 രൂപയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരൊറ്റ പ്രീമിയത്തിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. വിവിധ ലെവലുകളിനനുസരിച്ചിട്ടുള്ള നോട്ടുകൾ, സ്റ്റഡി പ്ലാനുകൾ, കറണ്ട് അഫെയർ തുടങ്ങിയ എല്ലാ ഏരിയയും നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു പ്ലാനിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു കോഡ് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി ഇതിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.